ഗൈസ്, അസ്സലാമലൈക്കും. ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് ഡേ ലൈഫ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുക. അപ്പം നമുക്ക് തുടങ്ങിയാലോ? എഴുന്നേറ്റുള്ളൂ കേട്ടോ. എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ ജനലൊക്കെ ഇങ്ങനെ തുറന്നിടുക. അപ്പുറത്ത് കാണുന്ന സ്കൂളാട്ടോ. ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയിടാന്ന് വെച്ചു. എഴുന്നേറ്റ് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടു. ഇനി നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാം. ഞാൻ സിറ്റ് ഔട്ട് തുറക്കാം കേട്ടോ. സിറ്റ് ഔട്ട് തുറന്നപ്പോൾ അതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും രാവിലെ തന്നെ നല്ല മഴ കേട്ടോ. നോക്കി, നല്ല കാറ്റുമുണ്ട്, നല്ല മഴയുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോവാം കേട്ടോ. ഞാൻ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് പോവുക താപോട്ട്. എന്നിട്ട് എന്നെ വിളിക്കുക, വാ 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 നമുക്ക് പോവാം 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 പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവള് തുള്ളിക്കളിച്ചിങ്ങ് പോകും. ഇനി നമുക്ക് ചായ കുടിക്കാം കേട്ടോ. 2 ഗ്ലാസ് എടുത്തതിൻ്റെ കാര്യം ഒന്ന് കുഞ്ഞിപ്പെണ്ണിനും ഒന്ന് എനിക്ക് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനുള്ള ചായ ഒഴിക്കുക കേട്ടോ. അവൾക്ക് ഇങ്ങനെ ചായ കൊടുത്താൽ അവൾ കുടിക്കൂല. കുറച്ച് ഹോർലിക്സ് ഇട്ട് കൊടുത്താലേ അവൾ ചായ കുടിക്കൂ. പിന്നെ എനിക്കും ഇങ്ങനെ ചായക്കകത്ത് ബൂസ്റ്റ് ഇട്ട് കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ബൂസ്റ്റ് ഇട്ടിട്ട് കുടിക്കുന്നത്. അങ്ങനെ ചായ നന്നായിട്ട് മിക്സാക്കാം. ഹോർലിക്സ് ഇട്ട ചായ കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കാനുള്ള നന്നായിട്ട് മിക്സാക്കാം കേട്ടോ. ഇനി എൻ്റെ ബൂസ്റ്റും കൂടി മിക്സാക്കിയിട്ട് നമുക്ക് കുടിക്കാം. ഇനി നമുക്ക് ഈ ചായ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കുടിക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചത് ആ സിറ്റിയിൽ പോയിരുന്ന് കുടിക്കുകയാണ്. എൻ്റെ അനിയത്തി തിരിച്ച് ഹോസ്റ്റലിൽ പോട്ടോ. അതാ ബാഗ് ഇവിടെ ഇരിക്കുന്നത്. അതിന് വേണ്ടി ഇവിടെ പൊതിച്ചോറൊക്കെ റെഡിയാക്കുക. ചോറൊക്കെ വിളമ്പുക കേട്ടോ. 2 പൊതിച്ചോറൊക്കെ കൊടുത്ത് വിടുന്നു. ഒന്ന് ഉച്ചയ്ക്ക് കഴിക്കാനും ഒന്ന് രാത്രി കഴിക്കാനുമായിട്ട് കേട്ടോ. അതിന് ചോറൊക്കെ വിളമ്പി ചമ്മന്തി വെച്ചു, പിന്നെ മുട്ട പൊരിച്ചത് വെച്ചു, പിന്നെ ചൂട പൊരിച്ചത് അഥവാ ചൂട വറുത്തത് വെച്ചു. ഇനി കുറച്ച് മാങ്ങാച്ചാറ് സൈഡിൽ. ഇനി അല്ലെങ്കിൽ ഈ പൊതിച്ചോറിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം പൊതിച്ചോറ്. അങ്ങനെ ഇതാണ്ട് നല്ലോണം വാഴയില മടക്കുക കേട്ടോ. ഇങ്ങനെ മടക്കി കുറേ നേരം നല്ല സ്മെല്ലാട്ടോ ഇതിന്. ഇങ്ങനെ പൊതിഞ്ഞ് റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ, ജനാലയുടെ അവിടെ ഒരാൾ അങ്ങനെ ഇരിക്കുന്നു. ഒരു ചിത്രശലഭം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സൂം ചെയ്ത് നോക്കിയപ്പോഴത് ബ്ലാക്ക് കളറിലെ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. എന്തത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചാലോ. ചപ്പാത്തിയും ഗ്രേവിയും പിന്നെ ഒരു പഴം കേട്ടോ ഞാൻ കഴിച്ചു. അപ്പോഴേക്കും അനിയത്തി പറഞ്ഞുള്ള ഓട്ടോ വന്നു കേട്ടോ. അവൾ ഓട്ടോയിൽ കയറി പോവാട്ടോ. ഓട്ടോയ്ക്ക് ടാറ്റയും പറഞ്ഞിട്ട് ഇനി എൻ്റെ അടുത്ത ദൗത്യം തുണി കഴുകുക. ഇനി എനിക്ക് തുണി കഴുകാനുണ്ട് കേട്ടോ. തുണി കഴുകാനുള്ള ശ്രമത്തിലാണ് ഞാൻ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കേണ്ട. ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം വാഴയാണ്. എന്നിട്ട് ഞാൻ വാഴയല്ല കേട്ടോ, നിങ്ങൾ അത് ഉദ്ദേശിക്കേണ്ട കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ തുണികളിങ്ങനെ കഴിക്കൊണ്ടിരിക്കുകയാണ്. എന്താല്ലേ. ഇനി നമുക്ക് തുണി വലിച്ചിടാട്ടോ. തുണി പിഴിഞ്ഞിട്ടും തീരുന്നില്ല, വെള്ളം പോകുന്നു. എനിക്കിങ്ങനൊരു സ്വഭാവമുണ്ട്, നന്നായി പിഴിഞ്ഞ് കുടഞ്ഞൊക്കെ ഞാൻ ഇടാറുള്ളൂ തുണി. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുമല്ലോ അല്ലേ. അങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും എന്നെൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ തുണിയല്ലാതെ വിരിച്ചിരുന്നു. ഇനിയും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഞങ്ങൾ പൊത്താൻ ചെടാട്ടോ. അതായത് പൊത്താൻ എന്ന് പറയുമ്പോൾ അറിയാലോ എല്ലാവർക്കും, വിറകിടുന്ന ഷെഡാട്ടോ. പിന്നെ അത്യാവശ്യം വേസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഷെഡാട്ടോ പുറവശത്ത്. അങ്ങനെ നമുക്ക് ഈ തുണി വിരിച്ചിട്ടിട്ടും തീരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് വിരിക്കും കേട്ടോ ഞാൻ. അതിൻ്റെ ഇടയ്ക്കൂടെ കമ്പൊക്കെ വെയിലോട്ട് വെച്ചിട്ട് അങ്ങനെ ഒടുവിൽ ഫൈനലി ഞാൻ വിരിച്ചിട്ടിരിക്കുന്നു. ഇനി നമുക്ക് തൂക്കാൻ പോകാം കേട്ടോ. പെരയൊക്കെ നന്നായിട്ട് തൂക്കാം. ഞാൻ എന്നും ഞായറാഴ്ച കേട്ടോ മുകൾ വശം തൂക്കാറ്. താഴെ പിന്നെ ഉമ്മയുടെ ഏരിയയാണ് താഴെ. പിന്നെ ഉമ്മ ഡെയിലി തൂത്ത് തുടയ്ക്കും 1-2 മുറ തുടയ്ക്കും, ഡെയിലി തൂക്കും. ഞാൻ മുകളിൽ പിന്നെ ഉമ്മ അങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് തൂത്ത് തുടയ്ക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാനാട്ടോ തൂത്ത് തുടയ്ക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ റൂം കേട്ടോ. എൻ്റെ റൂമിൽ തൂത്തിറങ്ങി. ഇവിടെ എന്തായാലും നല്ല ചെപ്പ് വേണം.
ഞാനിതെൻ്റെ അനിയത്തി റൂമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയാം, ഒരാൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടോ, പുതപ്പൊക്കെ മൂടി ടീബീനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾ പുതച്ച് മൂടി കിടക്കുന്നത്. എണീക്കടി എണീക്കടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ. ഞാൻ ഒന്ന് എണീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ ചവിട്ടി കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ തൂത്ത് വൃത്തിയാക്കുക കേട്ടോ. ആളോട് ഇടയ്ക്കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. കട്ടിലൊക്കെ ഒരുമാതിരി ഇട്ട് ഞാൻ അടിക്കും എന്നൊക്കെ പറയും കേട്ടോ. എവിടെ ആളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മുടെ തൂപ്പ് വീണ്ടും തുടരാം. അങ്ങനെ ഞാൻ തൂത്തോണ്ടിരിക്കുക കേട്ടോ. തൊട്ടിടം തീരുന്നില്ല. അപ്പോഴാ ഞാൻ ശ്രദ്ധിച്ച പുള്ളിക്കാരി മൊബൈലിരിക്കും. ഇതൊക്കെ എപ്പോൾ പോയി എടുത്തോണ്ടോ. എന്തേലും എല്ലാത്തിൻ്റെ ലോക്ക് അറിയാം കേട്ടോ. എല്ലാവരും മൊബൈലിൻ്റെ ലോക്ക് പുള്ളിക്കാരിക്ക് അറിയാം. ആള് ഫോണിരുന്ന് കാണും കേട്ടോ. എന്ത് ഇവിടെ നമ്മളിവിടെ കഷ്ടപ്പെട്ടിരുന്ന് തൂക്കുന്നു, ആളവിടെ നിന്ന് വീഡിയോണ്ട് കിടക്കുന്നു. ഒന്നൊന്ന് സഹായിക്കേ വീട്ടെ. ആരാ മോള്? ഇതാട്ടോ എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ റൂം. കുഞ്ഞിപ്പെണ്ണെന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. ആളെ പേര് ഐസൽമുറി എന്നാട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുറി ഞാൻ നന്നായിട്ട് തൂക്കുക കേട്ടോ. തൂക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ബുക്കൊക്കെ വലിച്ച് വാരി ഇട്ടേക്കുക. പിന്നെ അതൊക്കെ ഇരുന്ന് അടുക്കി വെച്ച് നമ്മളെത്ര അടുക്കി വെച്ചാലും വീണ്ടും അവൾ വന്ന് കളവാക്കും. അതാണ് പുള്ളിക്കാരിയുടെ സ്വഭാവം. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുറിയും തൂത്ത് കഴിഞ്ഞിട്ടോ. ഇവിടെ ചെറിയൊരു ഹോള് പോലെ ഉണ്ട്, ഈ ഒരു പോർഷൻ. അവിടെ ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ കയറി വരുമ്പോൾ സിറ്റൗട്ടിലോട്ട് പോകുന്ന ആ ഒരു പോർഷനാട്ടോ അത്. ഇനി നമുക്ക് സിറ്റൗട്ട് തൂക്കാം കേട്ടോ. ഈ സിറ്റൗട്ടിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. എനിക്ക് ഈ സിറ്റൗട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എനിക്ക് എന്തെങ്കിലും വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ഹെഡ്ഫോണിൽ പാട്ട് വിട്ട് അങ്ങനെ ഇരിക്കും. ഒരു മഴയും കൂടെ അന്തസ്. നല്ല രസമായിട്ട് ഇവിടെ വന്നിരിക്കുക. എന്തോ നല്ല കാറ്റും നല്ല വെളിച്ചവും ഒരു പ്രത്യേക ഒരു പോസിറ്റീവ്, എന്താ പറയുക, പോസിറ്റീവ് വൈബാണ് ഇവിടെ ഇരിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ ഇരിക്കാൻ. അങ്ങനെ നമുക്ക് സിറ്റൗട്ടൊക്കെ വൃത്തിയാക്കാം. അങ്ങനെ സിറ്റൗട്ട് കഴിഞ്ഞു. ഇവിടെ ഒരു ഈ പോർഷനിൽ ഒരു ഹോളുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് ചെറിയ ഹോള് പോലെ ഉണ്ട്. ഇവിടെ തൂത്ത് വൃത്തിയാക്കാം. ഇപ്പോൾ തൂത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചപ്പൊക്കെ വാരാട്ടോ. ചപ്പ് ഇങ്ങനെ വാരി താഴെ കൊണ്ട് കളയും കേട്ടോ ഞാൻ. ഇനി നമുക്ക് തുടച്ചിവിടൊക്കെ വൃത്തിയാക്കാം. തൂത്താൽ മാത്രം പോരല്ലോ, ഇനി തുടയ്ക്കുകയും വേണ്ടേ. അങ്ങനെ നമുക്കിവിടെ എല്ലാം ഇനി തുടച്ച് വൃത്തിയാക്കാം. ഓരോ റൂമും നമുക്കിങ്ങനെ പയ്യെ പയ്യെ തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. ആദ്യം എൻ്റെ റൂം ഞാനങ്ങ് തുടയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത റൂം തുടയ്ക്കാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആ കുഞ്ഞിപ്പെണ്ണ് അവിടെ നിന്ന് എണീറ്റ് പോകട്ടോ. കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് ഇനി താഴെ പോകുമെന്ന് തോന്നുന്നു. കളിക്കാൻ പോയായിരിക്കും. ഫോൺ കണ്ട് മതിയായി, ഇനി കളിക്കാൻ പോയായിരിക്കും കുഞ്ഞിപ്പെണ്ണ്. കുഞ്ഞിപ്പെണ്ണ് പോയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ. എൻ്റെ തുടപ്പ് കണ്ടാരും പേടിക്കണ്ട. വളരെ സ്പീഡിൽ തുടയ്ക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ, പിന്നെ അല്ല. ഇനി നമുക്ക് കുഞ്ഞിപ്പെണ്ണി റൂമും കൂടി വൃത്തിയാക്കാം. അത് വൃത്തിയാക്കിയില്ലെന്ന് വേണ്ടല്ലോ, എന്തായാലും തുടയ്ക്കുക, അതും കൂടി അങ്ങ് തുടയ്ക്കുക. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ റൂം തുടച്ചു. ഞാനിനി സിറ്റൗട്ട് തുടയ്ക്കുക കേട്ടോ. എന്താല്ലേ എന്ത് സ്പീഡിലാട്ടോ തുടയ്ക്കുന്നത്. തുടച്ച് എനിക്കറിയാം അതിൻ്റെ. അങ്ങനെ സിറ്റൗട്ട് നമ്മൾ തുടച്ചു കേട്ടോ. ഇനി അടുത്ത് ഈ ഒരു ഹോളാണ് കേട്ടോ. ഹോൾ ഇങ്ങനെ ഒടിച്ചിട്ടൊന്ന് തുടയ്ക്കുക. ഇനി അടുത്ത് ഈ ഹോള് നമുക്കിങ്ങനെ തുടയ്ക്കാം. ഇത് കുറച്ച് എന്താ പറയുക, സ്റ്റെപ്പ് കയറുന്ന ഭാഗത്തുള്ള ഹോളാട്ടോ. അത് ഇച്ചിരി വലുതാട്ടോ. മറ്റേ ഹോളിന് നടക്കല്ല. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെ തൂത്തൊരു പരിവായി ഞാൻ ഇവിടെ വന്നിരുന്നു. ഇനി കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വരാട്ടോ. ഇനി നമുക്ക് ചോറ് കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു ഇച്ചിരി നേരം കിടന്നുറങ്ങിയതിന് ശേഷം അടുത്ത കലാപരിപാടി ചായ ഇടുക. ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസൊക്കെ കത്തിച്ചിട്ട് അതിലേക്ക് പാൽ വെക്കുക. ഇനി ചായ ഇടാൻ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് തേയില ഇടുക. തേയില നന്നായി ഇടുക. ഇതെൻ്റെ സ്റ്റൈല് ചായ കേട്ടോ. ഇങ്ങനെ തിളച്ച് നല്ല രസം കേട്ടോ, ഇങ്ങനെ തിളച്ച് വരുന്നത് കാണാൻ. ഞാൻ അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കൂട്ടി നോക്കി കേട്ടോ. രസമുണ്ട് കാണാൻ. അങ്ങനെ ചായ കഴിച്ചു. അങ്ങനെ ഓഫാക്കി ചായക്ക് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് അരിപ്പെടുത്ത് അരിച്ചൊഴിക്കാം. അങ്ങനെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക്
അടുത്ത കലാപരിപാടി അങ്ങോട്ടാറ്റുക ഇങ്ങോട്ടാറ്റുക അങ്ങനെ അങ്ങോട്ടാറ്റി ഇങ്ങോട്ടാറ്റി നല്ലോണം അടിച്ച് പതപ്പിച്ചെടുക്കുക ചായ. ഇനി നമുക്ക് ചായ വയ്ക്കാട്ടോ. ഒന്ന് ഉമ്മിക്കും ഒന്ന് എനിക്കും. ഇനി എൻ്റെ ചായ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് ഇങ്ങോട്ട് നന്നായിട്ട് ഇളക്കാട്ടോ. ഇങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ചായയും കൊണ്ട് സിറ്റൗട്ടിൽ പോയി ഇരിക്കാട്ടോ. സിറ്റൗട്ടിൽ പോയി ഇരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴ പെയ്ത് നല്ലോണം തണുത്തങ്ങനെ കിടക്കാട്ടോ. ഇനി നമുക്ക് ചായ കുടിക്കാട്ടോ. ഓരോന്നിങ്ങനെ വായി നോക്കിയിരുന്ന് ചായ കുടിക്കുക കേട്ടോ. ഇനി വെറുതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് തേരാപ്പാര നടക്കുക. അങ്ങോട്ട് പോവുക, അവിടെ പോയി വായി നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അത് കയറിയിട്ട് ഉമ്മി ഉമ്മി ഉമ്മീന്ന് വിളിച്ചോണ്ട് വീണ്ടും വന്ന് കയറുക. അപ്പോൾ നമ്മുടെ വീട് ഇത്രയുള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.